ഉത്തരേന്ത്യയിൽ കനത്ത ചൂട് തുടരുകയാണ്. ഡൽഹി അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ താപനില 50 ഡിഗ്രിയോടടുത്ത് തുടരുന്നു. ഉഷ്ണതരംഗത്തിന്റെ ആഘാതത്തിൽ ഒഡീഷയിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ 10 പേർ മരിച്ചു. ബീഹാറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 9 പേർക്കാണ് ഉഷ്ണതരംഗത്തിൽ ജീവൻ നഷ്ടമായത്. ജാർഖണ്ഡിൽ 3 പേർ കഴിഞ്ഞ 36 മണിക്കൂറിനിടെ കൊടുംചൂടിന്റെ ആഘാതത്തിന് ഇരകളായി. അതേസമയം ഡൽഹിയിൽ ജലനിയന്ത്രണം കർശനമാക്കുകയാണ് സർക്കാർ. വെള്ള ടാങ്കറുകളെ ഏകോപിപ്പിക്കാൻ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ജലദുരുപയോഗം തടയുന്നതിനായി 200 സംഘങ്ങളെയും നിയോഗിച്ചു. വെള്ളം പാഴാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കും. കാർ കഴുകാനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ കുടിവെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ലംഘിച്ചാൽ 2000 രൂപ പിഴ ഈടാക്കും. ഉഷ്ണതരംഗത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഡൽഹി ഫയർ സർവീസും രംഗത്തെത്തി. തീപിടുത്ത സാധ്യതയുണ്ടെന്നും കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തെ റെഡ് അലർട്ട് തുടരുകയാണ്. ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകുന്നുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.